പ്രിയതേ. രചന ലില്ലി. തണുത്തുറഞ്ഞ ഹോട്ടൽ മുറിയിലെ വെള്ളപ്പുതപ്പിനുള്ളിൽ രണ്ട് നഗ്ന ശരീരങ്ങൾ, നിശബ്ദതയിൽ ലയിച്ചു ചേരുന്ന കിതപ്പും നിശ്വാസവും. സ്റ്റോപ്പ് തരൻ, എനിക്ക് പറ്റും തോന്നില്ല, പ്ലീസ് ലീവ് മീ. രോമാവൃതമായ നെഞ്ചിൽ ഇരു കൈപ്പത്തികളും ചേർത്ത് ശക്തിയോടെ തള്ളി മാറ്റുമ്പോഴേക്കും അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പഴയതിലും വീര്യത്തോടെ അവളിലേക്ക് അവൻ അമരുകയും ദീർഘനേരങ്ങൾക്കപ്പുറം ഒരു കിതപ്പോടെ അടർന്നു മാറുകയും ചെയ്തു. വിവശതയോടെ അയാളുടെ നെഞ്ചിലേക്ക് തല ചായ്ക്കാൻ ഒരുങ്ങും മുന്നേ അവളെ തള്ളിമാറ്റി നിവർന്നിരുന്നു. അല്ലേലും കാര്യം കഴിഞ്ഞ കറിവേപ്പിലാണല്ലോ. മോഹഭംഗത്തോടെ പുതപ്പാൽ ദേഹം മറച്ചു. ചോദിച്ച പൈസ എണ്ണി തന്നിട്ടാണ് നീ എനിക്ക് പാവിരിച്ചത്. അതിനിടയിൽ അവളുടെ നാടകവും പ്രേമവും. വെളുത്ത മേനിയിൽ അയാൾ ഏൽപ്പിച്ച നഖക്ഷതങ്ങളിലേക്കും ചതവുകളിലേക്കും അവൾ വിരലൊടിച്ചു. ഒരു റൗണ്ട് കൂടി പോയാലോ? പറ്റില്ല ധരൻ, ഇനി വയ്യ. തന്നെ സഹിക്കാൻ ലോകത്തൊരു പെണ്ണിനും കഴിയില്ല. അത്രയ്ക്ക് വേദനയാ നീ ഓരോ അണുവിലും ഏൽപ്പിക്കുന്നത്. ഭ്രാന്താണോ നിനക്ക്? അരിശത്തോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടങ്ങാൻ തുടങ്ങിയതും കയ്യിൽ പിടിച്ചു വലിച്ച നെഞ്ചിലേക്കിട്ട് അവളുടെ കീഴ്ചുണ്ടുകൾ വിഴുങ്ങി. കൊടുങ്കാറ്റും പേമാരിയുമായി അവളിലേക്ക് അയാൾ പെയ്തിറങ്ങി. ധരൻ സഞ്ജയ്, 36 വയസ്സിലും അവിവാഹിതനായ സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ. പല്ലാവൂരിലെ തലമുറ കാക്കേണ്ട അവസാനത്തെ ആൺതരി. എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച തൻ്റെ ദാഹമടക്കാൻ ഇതേ ഹോട്ടൽ മുറിയിൽ അഞ്ജലി മേനോൻ എന്ന ഹൈ ക്ലാസ് അയാൾ ഒത്തുകൂടുമായിരുന്നു. നിശബ്ദതയെ കീഴടക്കിക്കൊണ്ട് മേശമേലിരുന്ന മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ താരമ്മ എന്ന പേര് തെളിഞ്ഞു. 1, 2, 3 തവണകൾ. മുഴുവൻ ശബ്ദിച്ച് കോളുകൾ നിലയ്ക്കുമ്പോഴും അയാൾ അനിഷ്ടത്തോടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. തനിക്ക് കോൾ എടുത്തൂടെ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബ്ലഡി ബിസിനസ്. ദേഷ്യത്തോടെ അവൾക്ക് നേരെ വീണ്ടും അവൻ ചീറിയതും ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. ഉണ്ണി, അലിവോടെ അവർ വിളിച്ചു. നാളെ കൃത്യം 10 മണിക്ക് നീ തറവാട്ടിലേക്ക് വരണം. താരമ്മ, ഞാൻ ബിസി ആയിരിക്കും. നീ വരും, ഞാൻ കാത്തിരിക്കും. മറുതലിക്കൽ കോൾ കട്ടായതും ദേഷ്യത്തോടെ അയാൾ ഫോൺ വലിച്ചെറിഞ്ഞു. പേടിയോടെ അഞ്ജലിയും ഇനിയൊരംഗത്തിന് പ്രാപ്തിയില്ലാത്ത പോലെ ദൂരേക്ക് അകന്നു മാറി. തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന പല്ലാവൂർ തറവാടിൻ്റെ പടുകൂറ്റൻ ഗേറ്റ് കടന്ന് വെള്ള ഓടിക്കാരകത്തേക്ക് പ്രവേശിച്ചു. വീതിയുള്ള സ്വർണ്ണക്കരമുണ്ടും നെറ്റിയിലെ കറുത്ത കുറിക്കുമേൽ ചന്ദനവും ആണഴകിൻ്റെ മൂർത്തിഭാവമായിരുന്ന അയാൾ വാത്സല്യത്തോടെ അയാളുടെ ഇരു കവിളിലും കൈ ചേർത്തുകൊണ്ട് ആ നെറ്റിമേൽ താരമ്മ ചുണ്ടമർത്തി. അവൻ തിരികെ ആ കവിളുകളിലും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി പരിഭവങ്ങൾ ഓരോന്നും കാറ്റിൽ പറത്തി. നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചു. ആരോട് ചോദിച്ചിട്ട്? അമർഷം ധ്വനിച്ചു. തൽക്കാലം നിന്റെ സമ്മതം എനിക്കിനി വേണ്ട. ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. അറിയാം, വിളിച്ചു വരുത്തിയതേ അതിനാണെന്ന്. ഒരു 100 തവണ ഞാൻ പറഞ്ഞു. കല്യാണം, കമ്മിറ്റ്മെൻറ്റ്സ്, സെൻറ്റിമെൻറ്റ്സ്, ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഐ നീഡ് ഫ്രീഡം. അതിലുപരി ഒരു പെണ്ണിൻ്റെ സ്നേഹപ്രകടനത്തിനും പ്രണയത്തിനും മുന്നിൽ അട്ടിപ്പേറ് കിടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആ വാക്കുകളിലെ വികാര തീവ്രതയിൽ താരമ്മ നിശബ്ദയായി. അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ച് പൂമുഖത്തിൻ്റെ ചാരുപ്പടിയിൽ നിവർന്നിരുന്നു. ഇനി ഒരു സംഭാഷണത്തിന് താല്പര്യമില്ലാത്ത പോലെ. എങ്കിൽ എനിക്ക് താലോലിക്കാൻ നിന്റെ ചോരയിലൊരു കുഞ്ഞിനെത്താ. ഈ തലമുറ കാക്കാനും ഈ കാണുന്നതെല്ലാം നിന്റെ കാലശേഷം അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും നീ എന്നെ അനുസരിച്ചേ പറ്റൂ ധരൻ. അവൻ്റെ കണ്ണുകൾ കുറുകി. ദേഷ്യത്താൽ നെറ്റിയിൽ ചുളിവുകൾ വീണു. അതെ, നിന്റെ അച്ഛൻ്റെ ഭാര്യയെ മാത്രമേ നീ എന്നെ കണ്ടിട്ടുള്ളൂ, നിന്റെ രണ്ടാനമ്മ. പക്ഷേ നീ എൻ്റെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മരണശേഷം നീ ഉൾപ്പെടെ ഈ ഉള്ളതെല്ലാം അടക്കിപ്പിടിച്ച് ജീവിച്ചതാ ഞാൻ, നിനക്ക് വേണ്ടി മാത്രം.
കണക്ക് ചോദിക്കൂ അതിനെല്ലാം. നിന്റെ വിവാഹം അത് നടക്കണം. അതൊരു കൽപ്പനയായിരുന്നു, ധരനോടുള്ള താരമ്മയുടെ കൽപ്പന. പൂച്ചെടികൾ വേലി തീർത്ത മറ്റൊരു കുഞ്ഞു വീടിൻ്റെ അകത്തളത്തിൽ ഒരമ്മയും മകളും ഉണ്ടായിരുന്നു. ഒരു നീചനായ രണ്ടാനച്ഛനും. അമ്മയുടെ വൃന്ദക്കുട്ടിക്ക് ഇഷ്ടമല്ലാച്ച ഈ കല്യാണത്തിന് മോള് സമ്മതിക്കരുത്. ആ ശോഷിച്ച കൈവിരലുകൾ അവളുടെ കൈത്തണ്ടയിൽ കരുതലോടെ മുറുകി. ക്ഷീണിച്ച അവശയായ അമ്മയുടെ കുഴിഞ്ഞ കൺതടങ്ങളിൽ യാചനയായിരുന്നു. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എൻ്റെ ജീവിതം കൊണ്ട് അമ്മയെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിലും വലിയ സന്തോഷം എനിക്ക് വേറെ എന്താ അമ്മേ? നിർവികാരതയോടെ ആ കൈകൾ ചുണ്ടോട് ചേർത്ത് വരണ്ട ചിരി ചിരിച്ചു. ഭലേ ഫേഷ്, നിനക്ക് ബുദ്ധിയില്ലേലും എൻ്റെ മോൾക്കതുണ്ട് കേട്ടോ. വാതിൽക്കൽ നിന്ന് ഉയർന്നു കേട്ട സുധാകരൻ്റെ പരിക്കൻ ശബ്ദവും കൗശലം നിറഞ്ഞ ചിരിയും, അവളുടെ ഉടലളവുകളിൽ ഒഴിഞ്ഞു നോക്കുന്ന അയാളുടെ കണ്ണുകളിൽ ഒരു വിടൻ്റെ തിളക്കം തെളിഞ്ഞു കത്തുന്നു. എൻ്റെ ജീവിതമോ നിങ്ങൾ ഇല്ലാതാക്കി. എൻ്റെ മോളെങ്കിലും വെറുതെ വിടണം. 18 വയസ്സ് മാത്രമുള്ളൊരു കൊച്ചു പെണ്ണാവൾ. ഒട്ടും പ്രതികരിക്കാനാവാതെ കട്ടിലിൽ ചലനമറ്റു കിടക്കുന്ന അമ്മയുടെ വാക്കുകൾ പുച്ഛത്തോടെ അയാൾ തള്ളിക്കളഞ്ഞു. നിന്റെ അമ്മയുടെ ചികിത്സാ ചെലവുകളെല്ലാം, പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് സുഖിച്ചു കഴിയാനുള്ള പണം. നിനക്കോ പല്ലാവൂരിലെ റാണിപ്പട്ടം. വെറുതെ അവനൊന്ന് നിന്ന് കൊടുത്താൽ മതി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയായിട്ട്. കണ്ണുകളിൽ നനവൂറി പ്രതികരിക്കാനാവാതെ രണ്ടാനച്ഛൻ കൊണ്ടുവന്ന പുതിയ വിവാഹ ഉടമ്പടിയുടെ വിവരണം കേൾക്കെ നിശ്ചലയായി വൃന്ദ നിന്നു. വിവാഹ വസ്ത്രങ്ങൾ, വില കൂടിയ കല്ലുപതിച്ച ആഭരണങ്ങൾ എല്ലാം നാളെ ഉയരുന്ന മുല്ലപ്പന്തലിൽ ആരുടെയോ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടാനായി കൺമുമ്പിൽ നിന്ന് പരിഹസിക്കുന്നു. സർവാഭരണ വിഭൂഷിതയായി അമ്മയുടെ കാൽത്തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ മിഴികൾ നിറഞ്ഞില്ല. ആഗ്രഹങ്ങൾ ഏതുമില്ലാതെ ഈ ജീവിതത്തിൽ എന്തു ഭയക്കണം? എന്തിന് കണ്ണീരണിയണം? അമ്പലമുറ്റത്ത് നിരന്നു കിടക്കുന്ന വില കൂടിയ ആഡംബര കാറുകൾ, അതിലൊന്നിൽ നിന്നും ഒരു രാജാവിൻ്റെ പ്രൗഢിയോടെ മുണ്ടിൻ്റെ തലപ്പുയർത്തി നടന്നു വരുന്ന ഒരാളിലേക്ക് വൃന്ദയുടെ കണ്ണുകൾ ഉടക്കി. ധരൻ സഞ്ജയ്. ഏതോ പത്രത്താളുകളിൽ എന്നോ കണ്ടുമറന്ന മുഖം ഇന്ന് നേർക്കുനേർ. ഒരു താലിച്ചരടിൽ തന്നെ ബന്ധിതയാക്കാൻ പോകുന്നു. ആ ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും അയാൾ വിലക്കെടുത്തൊരു പെൺശരീരമാണെന്ന ഓർമ്മയിൽ അവളുടെ ഉടലൊന്ന് വിറച്ചു. കസവുടുത്ത തേജസാർന്ന മുഖമുള്ള ആ സ്ത്രീ അയാളുടെ അമ്മയാണെന്ന് ഊഹിച്ചു. കൊട്ടും കുരവയും മുഴങ്ങി അഗ്നിസാക്ഷിയായി നെഞ്ചോരം ആ താലി ചേരുമ്പോൾ ധരൻ്റെ കണ്ണുകൾ അനിഷ്ടത്തോടെ ആദ്യമായി വൃന്ദയിൽ പതിഞ്ഞു. പുച്ഛത്തോടെ ചിരിച്ചപ്പോൾ താൻ തിരികെ നിറപുഞ്ചിരി നൽകിയത് എന്തിനാണെന്നുള്ളത് വൃന്ദയും അറിഞ്ഞില്ല. യാത്ര പറയാൻ ആരുമില്ലാതെ ചുറ്റിനും വൃന്ദ കണ്ണോടിച്ചു. ആരുമില്ലേ എനിക്കൊന്ന് യാത്രാമൊഴി ചൊല്ലാൻ? ഹൃദയം ഒന്ന് തേങ്ങി. മാർബിൾ പാകിയ പടവുകളിൽ കയ്യിൽ ദീപപ്രഭയാർന്ന നിലവിളക്കുമേന്തി വലതുകൾ ചവിട്ടി. കോർത്തു പിടിക്കാൻ നല്ല പാതിയുടെ കൈകളില്ലായിരുന്നു. എങ്കിലും വെറുതെ ഒന്ന് കൊതിച്ചു. താരമ്മ നിറചിരിയോടെ പൂജാമുറിയിലേക്ക് ആനയിച്ചപ്പോൾ വൃന്ദയുടെ ചൊടികളിലും ആ ചിരി പടർന്നു. ഇങ്ങനെ ചിരിക്കാൻ എങ്ങനെ കഴിയുന്നു? അതും ഉള്ളിൽ സങ്കടങ്ങളുടെ ആർപ്പുവിളികൾ നടക്കുമ്പോൾ. എടുത്തുയർത്തി വട്ടം കറക്കി കുഞ്ഞു വയറിൽ കൂർത്ത മീശ കൊണ്ട് ഇക്കിളി കൂട്ടി ചിരിപ്പിക്കുന്ന ഒരു അച്ഛൻ അവൾക്കുണ്ടായിരുന്നു. ഉത്സവ കാഴ്ചകൾക്കൊടുവിൽ തെരുവ് ചന്തയിലെ ബലൂണുകളും പമ്പരങ്ങളും വാങ്ങി പാടവരമ്പത്തൂടെ കൈപിടിച്ച് നടത്തിക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരച്ഛൻ. ഏതു പ്രതിസന്ധികളും ചിരിയോടെ നേരിടാൻ ധൈര്യം പകർന്നു തന്നയാൾ. ഇന്നൊപ്പമില്ലെങ്കിലും ആ വാക്കുകൾ വൃന്ദയിൽ ഊർജ്ജമായിരുന്നു. താരമ്മ മകളായി ചേർത്ത് നിർത്തി ആ വലിയ വീടിൻ്റെ ഓരോ കോണുകളും വൃന്ദയെ പരിചയപ്പെടുത്തി. എന്തിനിത്ര ധൃതി കൂട്ടുന്നു? കാലങ്ങൾ ഇനിയുമുണ്ടല്ലോ ഈ ലോകം മനസ്സിലാക്കാൻ. മുറ്റത്ത് പൂവിട്ട് നിൽക്കുന്ന പൂച്ചെടികൾ കണ്ണിന് കൗതുകമുണർത്തി.
ഇന്നലെ കൊഴിഞ്ഞു വീണ പാരിജാത പൂക്കൾ മണ്ണിനെ ചുംബിച്ച് അവശയായി കിടക്കുന്നു. പിച്ചിയും മന്ദാരവും കുടമുല്ലയും. കാറ്റിനു പോലും എന്ത് സുഗന്ധമാണ്. ചെമ്പകപ്പൂവിൻ്റെ ഇതളുകൾ നാസികത്തുമ്പിൽ ചേർത്ത് വെച്ച് ശ്വസിച്ചു. മുകളിലെ ബാൽക്കണിയിൽ ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി ധരൻ അവളെ കോപത്തോടെ നോക്കി നിൽക്കുന്നത് ഇടയ്ക്കെപ്പോഴോ ശ്രദ്ധയിൽപ്പെട്ടു. കുടമുല്ലപ്പൂക്കൾ ഒരു വട്ടം ഇറുത്തുനിന്ന് മണിയറയൊരുക്കിയാലോ? 18കാരിയുടെ കൗതുകം ഹൃദയവേദനയിലും പൊട്ടിച്ചിരി ഉണർത്തുകയാണ്. കസവ് സാരി ഉടുത്ത് നിതംബം മറയ്ക്കുന്ന മുടിയിഴകൾ വിടർത്തിയിട്ടു. കരിമിഷി നീട്ടിയെഴുതിയ കണ്ണുകൾ ചിരിയോടെ ചിമ്മിത്തുറക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന ഒറ്റ നുണക്കിഴി. ഒരു വേള അവളൊരു തമ്പുരാട്ടിക്കുട്ടിയെപ്പോലെ തോന്നിച്ച താരമ്മയ്ക്ക് മുടിയിൽ 4 മുഴം മുല്ലപ്പൂവും ചൂടിക്കൊടുത്തു. തൻ്റെ തിരഞ്ഞെടുക്കൽ തെറ്റിയിട്ടില്ലെന്ന ചിന്തയിൽ ആത്മസംതൃപ്തിയോടെ താരമ്മ ചിരിച്ചു. എങ്കിലും ആ മനസ്സിലൊരു ഭയം. 18 വയസ്സ് മാത്രമേ ഉള്ളൂ. പൂവിതൾ പോലെ മനോഹരിയായൊരു പെൺകുട്ടി. തൻ്റെ മകനാൽ അവളുടെ ജീവിതം ഞെരിഞ്ഞുടയുമോ എന്ന വേദന. മനസ്സ് തർക്കം നടിച്ചു പിണങ്ങി മാറുമ്പോൾ മകൻ്റെ തട്ട് താഴ്ന്നിരുന്നു. ചുണ്ടിൽ ചിരിയോടെ കയ്യിൽ പാൽ നിറച്ച ഗ്ലാസുമായി വാതിൽ മെല്ലെ തുറക്കുമ്പോൾ ഇതുവരെയില്ലാത്ത ഭയം വൃന്ദയിൽ ഉരുണ്ടുകൂടി. ഒരു വാക്കുകൊണ്ട് പോലും പരിചയമില്ലാത്ത വ്യക്തി, തന്നേക്കാൾ ഒരുപാട് മുതിർന്ന പക്വതയാർന്നൊരു പുരുഷൻ. അറിയില്ല ഇന്നീ രാവ് പുലരുമോ എന്ന്. വെള്ളിക്കസവുള്ള മുണ്ടെടുത്ത് അരയ്ക്ക് മുകളിൽ നഗ്നനായിരുന്ന അയാൾ ബലിഷ്ഠമായ നെഞ്ചിലെ രോമക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന സ്വർണ്ണനൂൽ കെട്ടിയ രുദ്രാക്ഷമാലയുടെ തുമ്പിൽ പുലിനകം, കയ്യിൽ മദ്യം നിറച്ച ഗ്ലാസും മറുകയിൽ പുകഞ്ഞെരിയുന്ന സിഗരറ്റും. പുകച്ചുരുളുകൾ വലയം തീർക്കുന്നു അവിടെ മാകെ. ഭയത്തിനൊപ്പം ജാളിതയും പരവേശവും വൃന്ദയെ കാർന്നു തിന്നാനൊരുങ്ങി. ഗ്ലാസ്സിൽ ബാക്കിയായ അവസാനത്തുള്ളി മദ്യവും വായിലേക്ക് കമിഴ്ത്തിക്കൊണ്ട് വേച്ച് വെച്ച് അയാൾ വൃന്ദയുടെ അരികിലേക്ക് വന്നു. അവളുടെ തുടുത്ത അധരങ്ങളിലും ഉടലിലും തങ്ങിയ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നു. എന്തോ ഓർത്ത പോലെ മുഖം വെട്ടിച്ച് തിരികെ ചൂരൽ കസേരയിലേക്കിരുന്നു. വാടി ഇവിടെ, ദേ ഇവിടെ ഇരിക്ക്. തൻ്റെ തുടയിൽ കൈകൾ തട്ടി അവളെ തൻ്റെ മടിയിലേക്കിരിക്കാൻ അയാൾ ക്ഷണിച്ചു. കണ്ണുകളിൽ ആജ്ഞയും മുഖത്ത് ഗൗരവവും. ഭയത്തോടെ മടിച്ചു നിൽക്കുന്ന വൃന്ദയുടെ ഹൃദയം കീഴ്മേൽ മറിയുകയാണ്. വരാൻ. ശബ്ദത്തിൽ ദേഷ്യത്തോടെയുള്ളൊരു താക്കീതിൻ്റെ ഭാവം. മെല്ലെ നടന്നു ചെന്നു അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അയാളുടെ മടിയിലേക്കിരുത്തി. അടുത്ത നിമിഷമായ കൈകൾ വൃന്ദയെ വട്ടം ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അണച്ചു പിടിച്ചു. കൊള്ളാം, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല നീ. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു കിളുന്തു പെണ്ണ്. വഷളമായി ചിരിച്ചുകൊണ്ട് താടിത്തുമ്പിൽ മൃദുവായൊന്ന് ചുംബിച്ചു. പൊള്ളിപ്പിടഞ്ഞുപോയി. അതിലുപരി അയാളുടെ വാക്കുകളിൽ വിവസ്ത്രയാകപ്പെട്ടതുപോലെ. വ്രണപ്പെട്ടു പോകുന്ന ആത്മാഭിമാനത്തിൽ പിടഞ്ഞുകൊണ്ട് ധരൻ നിന്ന് നടന്നു മാറി 2 ചുവട് പിന്നിലേക്ക് വെച്ചു. കണ്ണുകൾ അറിയാതെ പെയ്തു തുടങ്ങുന്നു. ഒരു വേള തളർന്നീ തറയിൽ വീണു പോകുമെന്ന്. ഭാര്യയുടെ യാതൊരു അവകാശവും എന്നിൽ നിന്ന് നീ ആഗ്രഹിക്കണ്ട. ഒരു വെപ്പാട്ടിയെപ്പോലെ കുറച്ചുനാൾ എൻ്റെ ഒപ്പം നീ എനിക്കാരാണെന്നറിയണ്ടേ? ഞാൻ താലി കെട്ടിയ വെറുമൊരു സറോഗേറ്റ് മദർ. അതാണ് നീ. എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ഞാൻ താലി കെട്ടിയ വാടക ഗർഭപാത്രം. ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വൃന്ദക്കരികിലേക്ക് നടന്നു വന്ന് താടിത്തുമ്പിൽ വിരൽ ചേർത്ത് അവളുടെ കുനിഞ്ഞ മുഖമുയർത്തി നിറഞ്ഞ കണ്ണുകൾ കാണെ പുച്ഛത്തോടെ അയാൾ ചിരിച്ചു. ഈ നിമിഷം ഉടലോടെ കത്തിയെരിഞ്ഞ് ഒരുപിടി ചാരമാകാൻ ആശിച്ചു പോകുന്നു. എന്തേ, പറഞ്ഞതൊക്കെ മനസ്സിലായോ നിനക്ക്? കണ്ണുകൾ ഇറുക്കി അടിച്ചപ്പോൾ ഇമകൾ താണ്ടി കണ്ണുനീർ കുതിച്ചൊഴുകി. നിന്റെ തന്ത ലക്ഷങ്ങൾ എണ്ണി വാങ്ങി നിന്നെ ഈ ധരന് വിറ്റതാണെന്ന് മറന്നു പോയോ നീ? അവൾ ഒരു മങ്ങിയ ചിരിയോടെ കണ്ണുനീർ തുടച്ചു. വീണ്ടും നിശബ്ദത കീഴടക്കിയ മണിയറയിലെ
തുറന്നിട്ട ജനാല വഴി നിലാവ് നോക്കി നിന്നു. കസേരയിൽ ചാരിയിരുന്ന് കൈത്തണ്ടയാൽ മുഖം മറിച്ച് അയാൾ ഉറങ്ങുകയാണുമോ എന്ന് സംശയിച്ചു. ഇടയ്ക്കെപ്പോഴോ പിന്നിൽ നിന്നും പുണർന്ന ആ ശരീരത്തിൻ്റെ ചൂടും മണവും ധരൻ്റേതായിരുന്നു എന്നറിഞ്ഞു. കഴുത്തിൽ അമർന്ന അയാളുടെ ചുണ്ടുകൾ ചെവിമടക്കിലേക്ക് ഇഴഞ്ഞു വരുന്നു. പിന്നിയിട്ട നീണ്ട മുടിയിഴകൾ അഴിച്ചു അവയിലേക്ക് അയാൾ മുഖം ചേർത്തു. ചന്ദനത്തിൻ്റെ ഗന്ധം ഉന്മാദനാക്കുന്നു. റിയലി യു ആർ ബ്യൂട്ടിഫുൾ വൃന്ദ. നിന്നെപ്പോൾ ഒരുവളെ ഞാൻ അറിഞ്ഞിട്ടില്ല. മത്ത് പിടിപ്പിക്കുന്ന ഗന്ധമാണ് നിനക്ക്. ഇരു കവിളിലും അയാൾ അമർത്തി ചുംബിച്ചു. ദേഹം വിറയ്ക്കുമ്പോഴും ആ കൈവിരലുകൾ അണിവയറിൽ ഇക്കിളി കൂട്ടുന്നു. ദേഹമാകെ പുഴുക്കളോടുന്ന അറപ്പോടും വെറുപ്പോടും വൃന്ദ കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി. ഒരു മരപ്പാവ പോലെ തിരിച്ചു നിർത്തി ആ നെഞ്ചിലേക്ക് അടക്കി ചേർത്ത് വെച്ചു. ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. ധരൻ്റെ കൈകൾ അവളെയും കോരിയെടുത്ത് കിടക്കയിലേക്ക് നടന്നെടുത്തപ്പോൾ ഹൃദയം മുറിവിളി കൂട്ടുന്നു. പ്രണയത്തോടെ തൻ്റെ ഇണയിൽ അലിയാൻ കൊതിച്ചവൾ. തെക്കൻ പർവ്വതനിരകളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റാഞ്ഞു വീശി. പാരിജാതം ഇതൾ വിടർത്തിയ സുഗന്ധം കവർന്നെടുത്തു. ധരൻ വൃന്ദയുടെ ഇളം മേനിയിലേക്ക് അമരാനൊരുങ്ങി. വെറും പെണ്ണുടലല്ലവൾ, തൻ്റെ പാതിയാണെന്ന് തിരിച്ചറിയാതെ അതിക്രൂരമായി. അവളുടെ ശരീരം പൂക്കലുപോലെ വിറച്ചു. കണ്ണുകൾ പൊട്ടിയൊലിച്ചു. ഭയം, പരവശം, വേദന. എന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് പേടിയാ സാർ. കൈകൾ കൂപ്പി ഏങ്ങലടിച്ച് കരഞ്ഞു. ആ കണ്ണുകളുടെ ദയനീയത ധരൻ്റെ ഒന്നും ഉള്ളമൊന്നുളച്ചു. ആദ്യമായി ആ കല്ലിച്ച നെഞ്ചിൽ ഒരു കുഞ്ഞു വാത്സല്യ ഉറവ പൊട്ടി. അയാളുടെ കൈകൾ അയഞ്ഞു. യാന്ത്രികമായി അയാളുടെ നെറ്റിൽ ചുണ്ടമർത്തി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളും ചേർന്ന് കിടന്നു. ഇനിയൊരു പ്രളയം വരുമെന്നോർക്കാതെ. റിലാക്സ് വൃന്ദ, ഐ നീഡ് യു നൗ. ഒട്ടൊരു നിശബ്ദതയ്ക്കൊടിയിൽ ധരൻ്റെ ശബ്ദം മൗനമായി കിടന്ന മരപ്പാവ് പോലെ. മെല്ലെ മെല്ലെ അവളിലെ ഓരോ അണുവിലും അയാളുടെ അധരങ്ങൾ ഓടി നടന്നു. ഒരു പൂ വിറക്കും പോലെ അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തി. ആ കണ്ണുകളിൽ അവൾ മുൻപ് കണ്ട വന്യമായ തിളക്കം സ്ഥാനം പിടിച്ചിരുന്നില്ല. തിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരവും വശ്യതയും. അവൾ വിവശയായി, തരളിതയായി. ലാളിച്ചും നോവിച്ചും ചുംബിച്ചും അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. മുറ്റത്ത് മഴക്കിലുക്കം, തുറന്നിട്ട ജനാലകളിലൂടെ തൂവാനത്തിൻ്റെ കുളിർ. സംതൃപ്തിയോടെ അവളിലേക്ക് തളർന്നു വീണ ധരൻ്റെ ചുണ്ടിൽ ആദ്യമായൊരു ചെറുചിരി വിരിഞ്ഞു. അവളിലേക്കും ആ ചിരി പകർന്നു. കവിളിൽ നാണത്തിൻ്റെ ചുവപ്പുകൾ നുണക്കുഴിയെ മൂടി വയ്ക്കുകയാണ്. കണ്ണുകൾ തമ്മിൽ അടർത്തി മാറ്റാൻ കഴിയാതെ വന്ന ഇരുവർക്കും. ധരൻ അകന്നു മാറി കിടക്കയുടെ ഒരറ്റത്തേക്ക് നീങ്ങി. ആ നെഞ്ചിലെ രോമമെത്തയിൽ മുഖം ചായ്ച്ചുറങ്ങാൻ വൃന്ദ കൊതിച്ചു. അതെ, അയാൾക്ക് ദാഹമകറ്റാൻ ഒരു ശരീരം മാത്രമാണ് താനെന്ന ഓർമ്മയിൽ ഉള്ളൊന്നു നീറി. ലഹരിയുടെ ആലസ്യം അയാളുടെ കണ്ണുകളെ മയക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ധരൻ തൻ്റെ കൈകൾ വിടർത്തി വെച്ചു ആ നെഞ്ചിൻ ചൂടിലേക്ക് വൃന്ദയെ ക്ഷണിച്ചു. അമ്പരപ്പോടെ കണ്ണു ചെമ്മുന്ന അവളെ വലിച്ചാ നെഞ്ചിലേക്കിട്ടു. ഹൃദയതാളം താരാട്ടുപാടി. ഉണർത്തുപക്ഷികൾ ജനൽപ്പാളികളിൽ പടർത്തിവെച്ച പിച്ചക വള്ളികളിൽ തത്തിക്കളിച്ച് ചിലച്ചു. തൻ്റെ മാറിൽ മുഖം ചേർത്തുറങ്ങുന്ന ആളോട് തന്നിലെ സ്ത്രീക്ക് പൂർണ്ണത, നല്ല പാതിയോട് ഒരു നേരിയ വാത്സല്യം. തമ്മിൽ ചുംബിച്ചു കിടക്കുന്ന പുരികക്കൊടികളുടെ നടുവിൽ മെല്ലെ ഒന്ന് ചുണ്ടു ചേർത്തു അടർന്നു മാറി. ഇനി പുതിയ ജീവിതങ്ങൾ, പരീക്ഷണങ്ങൾ, സഹനങ്ങൾ, അവഗണനകൾ, വെറുപ്പുകൾ. കുളിച്ചേറിനോടെ നെറുകയിൽ ഒരു നുള്ളി സിന്ദൂരം ചാർത്തി താലിയിൽ കൊത്തിയ ധരൻ എന്ന പേരിൽ വിരൽ തൊട്ടു. സ്വയം പുച്ഛം തോന്നി അവൾക്ക്. തന്നിലെ സ്ത്രീയെ വാക്കുകളാൽ കുത്തി മുറിപ്പെടുത്തിയിട്ടും ഒരൊറ്റ ചുംബനത്താൽ തരളിതയാക്കിയവനോട് വിധേയപ്പെടുകയും അവനിലേക്ക് അകാരണമായി വഴുതി വീഴുകയും ചെയ്തല്ലോ എന്നോർത്തു. താരമ്മയുടെ സ്നേഹ സമീപനങ്ങൾ അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണുകൾ വീണ്ടും സജ്ജലമായി. സമാധാനമായിട്ടിരിക്കണം,
അമ്മയെ ആരോഗ്യവതിയാക്കി ഈ താരമ്മ നിന്റെ മുൻപിൽ കൊണ്ടുവരും. വാക്ക്. ചിരിയോടെ കൈകവർന്ന് കവിളിൽ തട്ടി. നെടുവീർപ്പോടെ പതിവ് ചിരി അണിഞ്ഞു നിന്നു. താരമ്മയ്ക്കൊപ്പം പൂന്തോട്ടത്തിലും തൊടിയിലും ചുറ്റിക്കറങ്ങി. ഒരു ചെറിയ കുട്ടിയുടെ കളിച്ചിരികളും കുറുമ്പും കുസൃതിയും കാട്ടുമ്പോൾ താരമ്മയിൽ മാതൃസ്നേഹം ഉണർന്നു. വിടർന്നു നിൽക്കുന്ന മുല്ലപ്പൂക്കളാൽ മാലകെട്ടി അവരുടെ തലയിൽ വൃന്ദ ചൂടിക്കൊടുത്തു. ആ സാരിത്തുമ്പിൽ തൂങ്ങി നടന്നു. ദൂരെ നിന്നെങ്ങോ ധരൻ്റെ കണ്ണുകൾ കൗതുകത്തോടെ അവളുടെ കളിച്ചിരികൾ ഒപ്പിയെടുക്കുന്നു. കുറുമ്പും കുസൃതിയും വിണ്ടുമാറാത്ത ഒരു ചെറിയ പെൺകുട്ടി. എന്നാൽ അവളുടെ ചൊടികളിൽ സദാ നേരവും മായാതെ വിടർന്നു നിൽക്കുന്നൊരു നറുപുഞ്ചിരി. ധരൻ നീട്ടിപ്പിടിച്ച കടലാസ്താളുകളിലേക്ക് ബൃന്ദ ആശങ്കയോടെ നോക്കി. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനാണ്. അതിൽ സൈൻ ചെയ്യണം. നീ വന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബാധ്യതയാകാൻ പാടില്ല. ചിലപ്പോൾ പോകെ പല്ലാവൂരിലെ രാജ്ഞിപട്ടത്തിൻ്റെ സുഖത്തിൽ നീയെല്ലാം മറന്നാലോ. പരിഹാസമുനകളിൽ തട്ടി ഹൃദയം ഒന്ന് നൊന്തു. ചിരിയോടെ പേപ്പർ വാങ്ങി മറുത്തൊന്നും പറയാതെ സൈൻ ചെയ്ത് നൽകുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അമ്പരപ്പിൻ്റെ ഒളികൾ. നിഷേധിക്കുമെന്ന് ഓർത്ത് കാണണം. തിരികെ മുറിവിട്ട് പോകാനൊരുങ്ങി. നിൽക്ക്. തിരിഞ്ഞു നോക്കാതെ തന്നെ വാതിൽപ്പടിയിൽ നിന്നു. എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്നാൽ ഒരു ശരീരം മാത്രമാണ്. അമിത പ്രതീക്ഷകൾ വയ്ക്കരുത് ഒന്നിനോടും. ഒരാൾക്ക് ഇത്ര തരം താഴാൻ കഴിയുമോ? അവളുടെ കാൽനഖങ്ങൾ പോലും കോപത്താൽ വിറച്ചു. ആ കൂട്ടത്തിൽ താരമ്മയടക്കം സ്വന്തം അമ്മയും പെങ്ങളും പെടുമായിരിക്കും അല്ലേ മിസ്റ്റർ ധരൻ സഞ്ജയ്? അമർഷത്തോടെ, അതിലുപരി പരിഹാസത്തോടെ അവളുടെ നാവുകൾ ചലിച്ചു. അടുത്ത നിമിഷം അവൾക്ക് നേരെ പാഞ്ഞു വന്ന ധരൻ്റെ ബലിഷ്ഠമായ കൈകൾ ഇരു കവിളിലും ആഞ്ഞു പതിച്ചു. കരഞ്ഞില്ല. കല്ലിച്ച മനസ്സിൽ ഇനി എവിടെ കണ്ണുനീർ? വീണ്ടും അവൾ പുച്ഛത്തോടെ ചിരിച്ചു. മുടിക്കുത്തിൽ അമർത്തിപ്പിടിച്ച് ഊക്കോടെ തള്ളി. അവൾക്ക് നോവുന്നു. പൊട്ടിക്കരയാൻ തോന്നുന്നു. തോൽക്കാൻ മനസ്സില്ലാതെ വാശിയോടെ നിലത്തു നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഭിത്തിയിൽ ചാരി. അവളുടെ കൂസലിനാന്മയിൽ അവൻ്റെ രക്തം തിളച്ചു. പാഞ്ഞു വന്ന് അവളുടെ കവിളി കുത്തിപ്പിടിച്ചു. തോന്നിവാസം പറഞ്ഞ കൊന്നു തള്ളുന്ന. ഇനി നോവിച്ചാൽ എന്നെ ഇനി വെക്കരുത്. അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകാൻ പേടിയില്ലേ വൃന്ദയ്ക്ക്? പിടി അയഞ്ഞു. ശക്തമായി ചുമച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. ഭിത്തിയിൽ ശക്തമായി ധരൻ തൻ്റെ മുഷ്ടി ചുരുട്ടി പ്രഹരിക്കുന്നു. ആരോടുള്ള ദേഷ്യം പോലെ. പലതവണ വലതുപുറം കയ്യിൽ നിന്നും ചോര ഇറ്റിറ്റ് വീണിട്ടും ഭ്രാന്തനെപ്പോലെ വിറയ്ക്കുന്നു. ഒരു വേള അവളും ഭയപ്പെട്ടു പോയി. ധരൻ്റെ ഇത്തരമൊരു മുഖം വൃന്ദ ആദ്യമായി കാണുകയാണ്. പിന്നിലൂടെ അവനെ അവൾ ഇറുക്കിപ്പുണർന്നു. ആ മുതുകിൽ തലചേർത്ത് നിന്നു. നിർത്തൂ എന്നൊരു യാചനയായിരുന്നത്. ശബ്ദമുഖരിതമായ മുറിക്കുള്ളിൽ ശാന്തതയുടെ കാറ്റ് വീശി. അടുത്ത നിമിഷം ധരനും അവളെ വാരിപ്പുണർന്നു. ചുംബനങ്ങളുടെ പെരുമഴയിൽ കുളിച്ചു നിന്നു ഇരുവരും. ഇയാൾക്ക് ഭ്രാന്താണോ എന്ന തോന്നലും ഇടയ്ക്ക് വൃന്ദയെ സന്ദർശിച്ചു. ഉടലിൽ നിന്നും അടർന്നു മാറ്റുന്ന വസ്ത്രങ്ങൾ, വിയർപ്പിലൊട്ടുന്ന ശരീരങ്ങൾ, ഒരു പ്രണയിനിയുടേതെന്നതുപോലെ സ്നേഹം മാത്രം അലിഞ്ഞു ചേരുന്ന ചെറു ചുംബനങ്ങൾ, കരലാളനങ്ങൾ. സൂര്യൻ്റെ താപത്താൽ കത്തിയെരിയുന്ന പകലിൽ വീണ്ടും ആ ഇണയരണ്യങ്ങൾ തൂവൽ പൊഴിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു സായാഹ്നത്തിൽ ധരൻ താരമ്മയോട് യാത്ര പറഞ്ഞു. ഒരു നോക്ക് കാണാൻ അവൾ ഉമ്മറത്തേക്ക് ഓടിവരും മുന്നേ അകന്നു പോകുന്ന കാറിൻ്റെ ശബ്ദം കണ്ണുകളെ നിറച്ചു. എന്തെന്നില്ലാത്തൊരു സങ്കടം. ഒരു നോക്കിലൂടെയെങ്കിലും യാത്ര പറയായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് മുന്നറിയിപ്പ് തന്നിട്ടും ഹൃദയം എന്താണ് അനുസരിക്കാത്തത്? ധരൻ എന്ന തടവറയിൽ നിന്നൊരു മോചനം തനിക്കെന്താണ് ലഭിക്കാത്തത്? അറിയില്ല. ദിനങ്ങൾ ഓരോന്നും എത്ര വേഗമാണ് അടർന്നു വീഴുന്നത്. 1 മാസം പിന്നിട്ടു. ആ ശബ്ദമൊന്ന് കേൾക്കാൻ ഹൃദയം കൊതിക്കുന്നു. മറന്നു കാണും ഈ വൃന്ദയെ. ഓർക്കാൻ മാത്രമൊന്നുമില്ലല്ലോ അയാൾക്ക് മുന്നിൽ ശരീരം കാഴ്ചവെച്ചവൾ. അതുമാത്രമല്ലേ, ഇന്ന് തനിക്കെങ്ങനെയാണോ?
കാലമേ, മറുപടി തരാതെ ഈ കണ്ണുനീർ തോരുമോന്നറിയില്ല. ഒരിക്കലവൾ അറിഞ്ഞു തൻ്റെ ഗർഭപാത്രത്തിൽ പൂത്ത ചോരയുടെ തുടിപ്പുകളെ. ഉള്ളറിഞ്ഞ് ചിരിച്ചു, പിന്നെ കരഞ്ഞു, സന്തോഷിച്ചു. താരമ്മയാണ് ഒരുപക്ഷെ അവളേക്കാൾ സന്തോഷിച്ചത്. മോള് തന്നെ അവനെ വിളിച്ചു പറയണം, ഞാൻ പറയില്ല കേട്ടോ. ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് പച്ചമാങ്ങയുടെ കഷ്ണങ്ങൾ വായിലേക്ക് വെച്ചു കൊടുത്തു. ഹൃദയം തുടികൊട്ടുന്നു. ഈ കാത്തിരിപ്പിന് അവസാനം ഒരു സന്തോഷ വാർത്ത തൻ്റെ നല്ല പാതിക്ക് നൽകണമെന്ന് അവളും ആഹ്ലാദിച്ചു. നീണ്ട ബെല്ലുകൾക്കൊടുവിൽ ധരൻ ഫോണെടുത്തു. മരത്തലയ്ക്കൽ വൃന്ദയുടെ ശബ്ദം കേട്ടതും അയാളുടെ കണ്ണുകൾ വിടർന്ന പോലെ, ചുണ്ടിൽ ചിരി വിരിഞ്ഞ പോലെ. നീണ്ട നേരത്തെ നിശബ്ദത. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ശാന്തമായിരുന്ന സ്വരം. വൃന്ദ ആശ്ചര്യപ്പെട്ടു. ഇനി എന്നാ വരണേ ഇവിടേക്ക്? എന്തേ, കൂടെ കിടന്ന് സുഖിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു നിമിഷം തന്നെയാരോ ചെളിക്കുണ്ടിൽ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടിക്കും പോലെ. കണ്ണുകൾ നിറഞ്ഞെങ്കിലും ചുണ്ടിൽ ആ നിമിഷവും പുഞ്ചിരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വാക്കുകൾ ഒന്നിടറി. ഇത്രയും ക്രൂരനാണോ നിങ്ങൾ? നിങ്ങളുടെ കുഞ്ഞിനെ ചുമക്കുന്ന ഉദരമാണ് എൻ്റേത്. സ്നേഹിക്കില്ലെങ്കിലും ഇങ്ങനെ വാക്കുകളാൽ കുത്തിക്കൊല്ലാതിരുന്നൂടെ? വൃന്ദയുടെ ഉള്ളം പരിഭവം കൊണ്ടെന്ന പോലെ നിശബ്ദമായി കേണു. ദേ നോക്ക്, ഇനി മേലിൽ എന്നെ വിളിക്കരുത്. നിന്നെപ്പോലെ ഒരുത്തേയും ചുമക്കാൻ ധരന് പണ്ടേ താല്പര്യമില്ല. ഫോൺ വെച്ചിട്ട് പോടി. മുഖം പൊത്തി ഏങ്ങലടിച്ച് കരഞ്ഞു. മറുതലയ്ക്കൽ ഫോൺ കട്ടായതും ധരൻ്റെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു. ഏയ് ധരൻ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയുടെ താരിത്തുമ്പിലെ കെട്ടഴിച്ചില്ലേ ഇതുവരേക്കും? അഞ്ജലിയുടെ വാക്കുകളിൽ പരിഹാസവും അവനെ തൻ്റെ വരുതിയിലെത്തിക്കാനുള്ള തന്ത്രവും മുഴച്ചു നിന്നു. നിർത്തടി, ഇത് ധരനാണ്. ഓരോ വാക്കും അളന്നു മുറിച്ചു വേണം പറയാൻ. കൂൾ ഡൗൺ യാർ. ഇന്നത്തെ ദിവസം മറന്നോ സർ? മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച. കൂടണ്ടേ നമുക്ക്? റൂം നമ്പർ 109. കാത്തിരിക്കും. അഞ്ജലിയുടെ വാക്കുകളിൽ ധരൻ്റെ മനസ്സ് അസ്വസ്ഥമായി. ഒടുവിൽ ആ ചുണ്ടിൽ ഒരു വഷളൻ ചിരി വിടർന്നു. ഇരുട്ട് വീണു. പ്ലാസാലാൻഡ് എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ഇടനാഴിയിലൂടെ ധരൻ നടന്നു ചെന്ന് വാതിലിൽ മുട്ടി. എനിക്കറിയായിരുന്നു താൻ വരുമെന്ന്. ഒരു കിളുന്ത് പെണ്ണ് വിചാരിച്ചാലൊന്നും നിന്റെ ഭ്രാന്തിനെ തളയ്ക്കാൻ കഴിയില്ല. അവൾ ചിരിച്ചു. പക്ഷേ എന്തിനെന്നറിയാതെ ധരൻ്റെ മനസ്സിലൊരു വീർപ്പുമുട്ടൽ. ഷർട്ടിൻ്റെ ആദ്യ ബട്ടണുകൾ വശ്യമായ ചിരിയോടെ അഴിച്ചെടുത്ത് രോമാവൃതമായ നെഞ്ചിൽ അവളൊന്ന് ചുംബിച്ചു. തന്നെ പുണരാതെ നിൽക്കുന്ന ധരൻ്റെ കൈകൾ അവൾ ആശങ്കയോടെ അടർന്നു മാറി. അയാളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്നു. കവിളിൽ നാണപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന, ചുണ്ടിലെപ്പോഴും ചിരിയുള്ള ആ ഒരു കൊച്ചു പെണ്ണിൻ്റെ മുഖം കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നു. അവളുടെ കൊഞ്ചലും വളക്കിലുക്കവും ചന്ദനത്തിൻ്റെ മണവും. വിഷഞണ്ടിനെപ്പോൾ തന്നിൽ ഇഴയുന്ന അഞ്ജലിയുടെ കൈകൾ ഭ്രാന്തമായി കുടഞ്ഞെറിഞ്ഞ് ധരൻ അലറി. അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടിത്തുറയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ മുരണ്ടു. ധരനെ തേടി നീ ഇനി വന്നാൽ. വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് കുതിക്കുന്നു. അവൻ്റെ ശരീരം എന്നല്ലാതെ വിറയ്ക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കണ്ണടച്ച് കിടന്നു. ആരോടെല്ലാമോ അമർഷം തോന്നുന്നു. എന്താ താൻ ഇങ്ങനായി പോയത്? എനിക്കെന്താ സ്നേഹിക്കാൻ അറിയാത്തത്? വേണ്ട, പുതിയതായി ഒന്നും വേണ്ട. ഈ ധരൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോയാൽ മതി. ചിന്തകളുടെ ഉൾക്കാട്ടിനുള്ളിൽ വഴി തേടി അലിയുന്ന മനസ്സുമായി ധരൻ കണ്ണുകൾ അടച്ചു. ദിവസങ്ങൾ പിന്നെയും പൊഴിഞ്ഞു പോകുന്നു. 3 മാസങ്ങൾ പിന്നിട്ടു. വൃന്ദ കാത്തിരിപ്പിലാണ്. ഒന്നല്ല, 2 പേരാണ് തനിക്കൊപ്പം കൂട്ടിന്. ഇടയ്ക്കൊക്കെ ധരൻ്റെ ഫോണിലേക്ക് അവൾ വിളിക്കും. മറുപടി നൽകാതെ കട്ടാക്കുകയാണ് പതിവ്. തിരക്കിനിടയിൽ നമ്പർ നോക്കാതെ കോളെടുത്താൽ ഹലോ എന്ന് മാത്രം മുഴുങ്ങി കേൾക്കും. അവഗണന ഇത്രമേൽ നോവിക്കുന്നത് എന്തിനാണ്? അച്ഛൻ വരുമ്പോൾ അമ്മയെ വിഷമിപ്പിച്ചതിന് എൻ്റെ കുട്ടന്മാർ പകരം ചോദിച്ചോളും.
അല്ലേ താരമേ? കുസൃതി ചിരിയോടെ പറയുമ്പോൾ ആ കണ്ണുകൾ ഈറനാകും. പിന്നീട് ധരൻ വീട്ടിലേക്ക് വരുവോ വിളിക്കുകയോ ചെയ്തില്ല. താരമയും വാശിയോടെ അവനെ നകന്നു നിന്നു. പക്ഷേ വൃന്ദയുടെ ചുണ്ടിലെ ചിരിമാഞ്ഞില്ല. കാത്തിരുന്നു. ഈ വെറുപ്പിൻ്റെ അവസാന അറ്റത്ത് എവിടെയെങ്കിലും ധരൻ്റെ ഹൃദയത്തിൽ ഒരിടം കാണുമെന്ന് പ്രതീക്ഷിച്ചു. മുറ്റത്തെ കണിക്കൊന്നയും പൂത്തു. തൊടിയിലെ വള്ളിക്കുടലിൽ കൂടുകൂട്ടിയ കുരുവിയും മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. അവൾക്ക് തുണയായി സായാഹ്നങ്ങളിൽ തീറ്റ തേടിപ്പോയ ആൺകുരുവി വരുമായിരുന്നു. 6 മാസങ്ങൾ അതിവേഗം കടന്നുപോയ പോലെ. വീർത്തുന്തിയ വയറിൽ കൈചേർത്ത് നീര് മൂടിയ കാല് വലിച്ചവൾ മുറ്റത്തൂടി നടന്നു. ഇടയ്ക്കിടെ വഴിയോരം കേൾക്കുന്ന വാഹനത്തിൻ്റെ ഇരുമ്പലുകൾ പ്രതീക്ഷകളുടെ ആക്കം കൂട്ടുകയാണ്. ധരൻ കാളുകളൊന്നും സ്വീകരിക്കാതെ ആരോടോ ഉള്ള ശത്രുത പോലെ മറഞ്ഞു നിൽക്കുന്നു. വെന്ത് നീർന്നൊരു ഹൃദയവുമായി വൃന്ദയ്ക്കൊപ്പം താരമയും ഉണ്ടായിരുന്നു. 2 പേരായതിനാൽ വൃന്ദയും ആകെ അവശതയായി. ഇടയ്ക്കിടയ്ക്ക് വയറിനുള്ളിൽ കുസൃതി കാട്ടുന്ന കുഞ്ഞിക്കുരുന്നുകൾ അവരുടെ അച്ഛൻ്റെ ചുംബനത്തിനും തലോടലിനുമായി വാശി കാണിക്കുകയാണെന്ന് വേദനയോടെ ഓർക്കും അവൾ. ബിസിനസ് തിരക്കുകൾ, വിദേശയാത്രകൾ. ധരൻ തിരക്കുകളിലേക്ക് സ്വയം മൂളിയിട്ടു. പക്ഷെ പിന്നീട് ഒരിക്കലും അന്യായൊരു സ്ത്രീയുടെ ചൂടേൽക്കാൻ അവൻ ആശ വന്നില്ലെന്നത് അതിശയമായി. ഓർമ്മകളിൽ അധികവും വൃന്ദ എന്ന പെൺകുട്ടിയാണ്. അവളുടെ കിലുങ്ങുന്ന ചിരിയും കുസൃതിയും. കണ്ണുകൾ ഇറുക്കിയടച്ച് വാശിയോടെ മായ്ച്ചു കളയാൻ ശ്രമിച്ചു. 8 മാസങ്ങൾ. നീര് വന്ന വീർത്ത കാൽവിരലുകളിലേക്ക് നോക്കി. ഞൊട്ട പൊട്ടിക്കാനൊരു മോഹം പോലെ. അതെങ്ങനെ? പൊന്നുമക്കൾ അമ്മയുടെ വയറിൽ സ്ഥാനം പിടിച്ചേക്കുമല്ലേ? സംസാരം മുഴുവൻ മക്കളോടാണ്. അച്ഛനോടുള്ള പരിഭവങ്ങൾ, പരാതികൾ. അച്ഛനെപ്പോലെ എൻ്റെ മക്കളും ഈ അമ്മയെ വെറുക്കുവോ? ചിരിയോടെ ചോദിക്കും. അവസാനമായി ധരൻ്റെ നമ്പറിൽ ഒരിക്കൽ കൂടി അവൾ വിളിക്കാനൊരുങ്ങി. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം. അവളുടെ കാതുകളെ താണ്ടി പൂക്കൾ കൂടി ചുറ്റിയുറങ്ങുന്ന കുരുന്നുകളുടെ കർണങ്ങളെ തലോടിയ പോലെ അവർ ഒന്നനങ്ങി. കണ്ണുകൾ നിറയുന്നു. മറുതലയ്ക്കൽ കേൾക്കുന്ന നിശ്വാസം. അതിത്രമേൽ സന്തോഷം തരുന്നതെങ്ങനെ? വരില്ലേ ഇങ്ങോട്ട്? നമ്മുടെ മക്കളെ കാണണ്ടേ? 2 പേരാ. അച്ഛനെപ്പോലെ കുറുമ്പന്മാരാണെന്ന് തോന്നുക. ഇപ്പോൾ 8 മാസമായി. ഇഷ്ടമല്ലെന്നറിയാം. എന്നാലും അവരിങ്ങി വരുമ്പോൾ എനിക്ക് പോകേണ്ടി വന്നാൽ, അതും അവസാനമായി നിങ്ങളെ കാണാതെ. ഗദ്ഗതങ്ങൾ അവളുടെ വാക്കുകളെ മുഴുങ്ങി. ഇരുവശത്തും കോളുകൾ വിച്ഛേദിക്കപ്പെട്ടു. അടുത്ത പ്രഭാതം പൊട്ടിവീണപ്പോൾ മുറ്റത്തേക്ക് പാഞ്ഞിരിച്ചു വന്ന കാറിൻ്റെ ഇരുമ്പൽ കേൾക്കെ വീർത്ത വയറിൽ കൈകൾ താങ്ങി അവൾ പൂമുഖത്തേക്ക് മെല്ലെ നടന്നു. പതിവില്ലാത്ത വേഗത്തിൽ മിടിക്കുന്ന ഹൃദയം. ഉമ്മറത്തെ തേക്കിൻതടി തൂണിൽ കൈകൾ താങ്ങി നിന്നു. വൃന്ദയുടെ കാത്തിരിപ്പിന് വിരാമമിട്ട പ്രഭാതം. എന്താണ് അയാളെ പിടിമുറുക്കുന്ന വികാരം? തൻ്റെ ചോരയെ ചുമക്കുന്നവളോടുള്ള സ്നേഹമോ അതോ വാത്സല്യമോ? അത്രമേൽ വെറുപ്പോടെ അവഗണിച്ചുകൊണ്ട് വാക്കുകളാൽ മുറിപ്പെടുത്തിയവളോടുള്ള കുറ്റബോധമോ? അതോ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ കട്ട പിടിച്ചു കിടന്ന പ്രണയമെന്ന വികാരമോ? തിരിച്ചറിയാനാവാതെ പകച്ചു നിൽക്കുന്നു. വേണ്ട, കാലം ചൊല്ലട്ടെ ആ കാവ്യനീതി. ധരൻ അവളുടെ ഒരു നിശ്വാസത്തിനകലെ നിന്നു. എത്ര വേഗമാ ആ 18കാരി ഒരമ്മയാവാൻ തയ്യാറെടുക്കുന്നത്! അവളുടെ കവളിലും ധരൻ തൻ്റെ കൈക്കുമ്പിളിലെടുത്തു. അയാളുടെ കണ്ണുകളിലെ നീർത്തിളക്കത്തിലേക്ക് വൃന്ദയുടെ കണ്ണുകൾ പരതി. അവളുടെ കണ്ണുകളെ ചുംബിച്ചു. പിന്നെ കവിളുകളെയും നെറുകെ തലോടി അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്തു. നെഞ്ചകം അവളുടെ കണ്ണീരാൽ നനയുന്നു. തൻ്റെ മക്കളോടുള്ള സ്നേഹമാകാം അയാൾ പ്രകടിപ്പിക്കുന്നതെന്ന് അവൾ വെറുതെ മോഹിച്ചു. ഇത്രമേൽ കരുതലോടെ ചേർത്ത് പിടിച്ചിട്ടില്ല ഒരിക്കലും. പാഴ്മോഹങ്ങൾ വലിച്ചെറിഞ്ഞ് അയാളുടെ സന്തോഷം കണ്ടു നിന്നു. സുഖാണോ എൻ്റെ മക്കൾക്ക്? മറുപടി ഒരു മൂളലിൽ ഒതുക്കി. അവരുടെ അമ്മയുടെ സുഖദുഃഖങ്ങളെ ചൊല്ലി അയാൾക്ക് വ്യാകുലതയില്ലായിരിക്കും. നിനക്കോ? മുടിയിഴകളിൽ തലോടുന്ന വിരലുകൾ നെഞ്ചിൽ നിന്നവളെ ഈ നിമിഷം അടർത്തി മാറ്റിയിട്ടില്ല എന്നുള്ളതും
മറ്റൊരത്ഭുതം. മറുപടിയായി അയാളുടെ വലം കൈ വയറിലേക്ക് ചേർത്ത് വെച്ചു. ആളുടെ കണ്ണിൽ കൗതുകവും സംതൃപ്തിയും ഒരച്ഛൻ്റെ കരുതലും. ഉണ്ണികൾ ഒന്ന് ചലിച്ചു. അച്ഛൻ്റെ സ്പർശനം അറിഞ്ഞ പോലെ. ഇറായത്തിൻ്റെ ഭിത്തിയിൽ മറഞ്ഞു ചാരി നിന്ന് സന്തോഷത്തോടെ എല്ലാം കണ്ട് താരമ്മ കണ്ണീരൊപ്പി. പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും ധരന് മുഖം കൊടുക്കുവാനോ സംസാരിക്കുവാനോ തയ്യാറാവാതെ അവർ വാശിയോടെ ഒഴിഞ്ഞു മാറി. ഒരിക്കലും ഇല്ലാത്തൊരു വേദന അയാളെ മൂടുന്ന പോലെ. കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ആട്ടുതൊട്ടിലുകളുമെല്ലാം മുറി സ്ഥാനം പിടിച്ചു. ഒരു വാക്കുപോലും മിണ്ടാതെ ധരൻ എപ്പോഴും കൂടെയുണ്ടാവും. 7 മാസങ്ങളിൽ നൽകാൻ കഴിയാത്ത സ്നേഹവും പരിചരണവും കരുതലും ഒരൊറ്റ മാസം കൊണ്ട് നൽകാൻ തയ്യാറായി നിൽക്കുകയാണവൻ. അവനിലെ അതിവേഗ മാറ്റം. പക്ഷെ ആത്മാർത്ഥമായിരുന്നതെല്ലാം ഭർത്താവിൽ നിന്നും അച്ഛനിലേക്കുള്ള ദൂരം താണ്ടുമ്പോൾ പുരുഷൻ്റെ മനസ്സിലെ സങ്കല്പ വിഗ്രഹങ്ങളും വാശികളുമൊക്കെ ചിന്നിച്ചിതറുമെന്ന സത്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. മുറ്റത്തുകൂടെ തന്നെ ചേർത്ത് പിടിച്ച് നടത്തുമായിരുന്നു. തെറ്റുകളിൽ ശാസിക്കുമായിരുന്നു. വീണുപോകാതെ ചേർത്ത് പിടിക്കുമായിരുന്നു. ഒരിക്കൽ മുല്ലപ്പൂവുകൾ കോർത്തൊരു മാല കെട്ടി ചിരിയോടെ ചൂടിത്തന്നു തൻ്റെ മുടിയുടെ കീഴിൽ. ആദ്യമായിട്ടാണ് ഇത്ര നിറഞ്ഞു ചിരിക്കുന്നത്. നിരതെറ്റിയ പല്ലുകൾ കാട്ടിയുള്ള ചിരിയിൽ എത്ര ഭംഗിയാണ്. എൻ്റെ കുട്ടികളും അതുപോലെ ചിരിക്കുമായിരിക്കും. തൊടിയിൽ കുലച്ചു നിന്ന വാഴക്കുലയുടെ കൂമ്പിനുള്ളിലെ തേൻപൂവുകൾ ഇറുത്തു തരുമായിരുന്നു. മൂവാണ്ടമ്മാവിലെ പഴുത്ത മാമ്പഴം നുറുക്കി വായിലേക്ക് വെച്ചതെന്നൊരിക്കൽ. അവളുടെ കണ്ണു നിറഞ്ഞപ്പോൾ ആ മുണ്ടിൻ്റെ തലപ്പുയർത്തി കണ്ണുനീരൊപ്പിയെടുത്ത് ഒന്ന് മിഴിച്ചിമ്മി കാട്ടി. ഈ മനുഷ്യനിൽ ഇത്രമേൽ ആർദ്രമായൊരു ഹൃദയമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും തുറന്നു പറഞ്ഞില്ല, നീ എൻ്റേതാണെന്ന്, ഞാൻ നിന്നെ കൈവിടില്ലെന്ന്. അതിനർത്ഥം എന്താണ്? അയാളുടെ ചോരയെ ചുമക്കുന്നവളോടുള്ള കരുണ, ദയ ഓർക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഹൃദയം പൊട്ടും. കാരണം അയാളെ പ്രണയിച്ചു പോകുന്നു, മോഹിച്ചു പോകുന്നു. എങ്ങനെ യാചിക്കും ഒരിറ്റ സ്നേഹത്തിനായി? ഒരിക്കൽ കുറുമ്പോടെ അയാളുടെ കരുതലുകൾ ആസ്വദിച്ചു നിന്നപ്പോൾ കുസൃതിച്ചിരിയോടെ പറഞ്ഞു, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ വൃന്ദയ്ക്ക് വേണ്ടിയല്ലല്ലേ? തൊണ്ടക്കുഴിയിൽ വന്നിടഞ്ഞൊരു നോവ് തല തല്ലി മരിച്ചു. ദിവസങ്ങൾ പിന്നിട്ടു. ശാരീരിക അസ്വസ്ഥതകൾ കൂടി വരുമ്പോൾ ആവലാതിപ്പെടുന്ന ധരനെ കാണുമ്പോൾ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും ഒരായുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. സി മിസ്റ്റർ ധരൻ തുടക്കത്തിലെ വൈഫിനോട് പറഞ്ഞതാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണെന്ന്. അന്ന് അബോർഷന് സമ്മതിക്കാതെ ഇവിടെ വരെ എത്തിച്ചത് വൃന്ദയാണ്. ഷീ ഈസ് വെരി യങ്. വെറും 18 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടി. സോറി ടു സേ, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മിറാക്കിൾ സംഭവിക്കണം. നോ! ധരൻ്റെ ശബ്ദം ഭീകരതയോടെ മുഴങ്ങി. കണ്ണുകൾ കലങ്ങി. എന്താണ് ഹൃദയം ഇത്ര വേദനിക്കുന്നത്? എനിക്കെൻ്റെ വൃന്ദയെ മാത്രം മതി ഡോക്ടർ. വാക്കുകൾ വിറച്ചു. ഡോക്ടറുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. ആ കൈകളിൽ നെറ്റിമുട്ടിച്ചു. കണ്ണുനീർ ഒഴുകിപ്പരന്ന് താടി രോമങ്ങൾക്കുള്ളിൽ ഒളിച്ചു. ഭ്രാന്തനെ പോലെ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ച് അവൻ വൃന്ദയുടെ അരികിലേക്ക് പാഞ്ഞു. ചിരിയോടെ തന്നെയും കാത്തിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ അലയടിക്കുന്ന വേദനയെ ധരൻ ചൂഴ്ന്നെടുത്തു. അയാളുടെ കലങ്ങിയ കണ്ണുകളും വിറയ്ക്കുന്ന ശരീരവും സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അവൾ അറിഞ്ഞു. എന്തായാലും എൻ്റെ ജോലി ഇന്നത്തോടെ തീരും. മക്കളെ പൊന്നുപോലെ നോക്കണം. പോകുമ്പോൾ ഈ താലി ഞാനങ്ങ് കൊണ്ടുപോവാം. കാരണം എത്ര നോവിച്ചിട്ടും നിങ്ങളെ വെറുക്കാൻ മാത്രം എനിക്ക് പറ്റുന്നില്ല. ശരിക്കും മീതെ പെയ്യുന്ന കണ്ണുനീർ. അവൾക്കരികിലേക്ക് അവൻ ചേർന്ന് കിടന്നു. ആ നെറുകയെ തലോടി മുഖമാകെ മുത്തങ്ങൾ കൊണ്ട് മൂടി. നീ പോകാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേ? സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ട്, മോഹിപ്പിച്ചിട്ട് എൻ്റെ ഹൃദയം കൊണ്ടാണ് നീ പോകാൻ പോന്നേ. അവൾ നിറഞ്ഞു ചിരിച്ചു. കേൾക്കാൻ കൊതിച്ചതെന്തോ കേട്ട പോലെ മെല്ലെ അവൾക്കരികിൽ നിന്ന് അടർന്നു മാറി. പോകാനൊരുങ്ങും മുന്നേ നീര് വന്നു വീർത്ത അവളുടെ കാൽപാദങ്ങളിൽ അവൻ തൻ്റെ ചുണ്ടമർത്തി.
കാത്തിരിക്കും ഞാൻ, എൻ്റെ മക്കളെയും ഭാര്യയും. മടങ്ങി വന്നില്ലെങ്കിൽ ഞാനും കൂടെ അങ്ങ് പോരും, കേട്ടല്ലോ. അവൻ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. താരമ്മയ്ക്കൊപ്പം ആശുപത്രി വരാന്തയിൽ കാത്തിരുന്നു. വിശ്വാസമുണ്ട് അവൾ തിരികെ വരുമെന്ന്. നെഞ്ചിലടക്കി വെച്ച സ്നേഹം ഈ ജന്മം പകർന്നു കൊടുക്കണം, പ്രാണൻ്റെ പാതിയാക്കണം. വൈകിയുള്ള തിരിച്ചറിവുകൾ, ആത്മാർത്ഥമായ പ്രായശ്ചിത്തങ്ങൾ. ദീർഘനേരം ശ്വാസം കിട്ടാതെ പിടയുന്നത് പോലെ ധരന് തോന്നി. വെള്ള തുണിക്കെട്ടിൽ പൊതിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ. മോങ്കുട്ടന്മാരാ. താരമ്മ സന്തോഷത്തോടെ ഒരുവനെ മെല്ലെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. ചുണ്ടു പിളർത്തി കരയുന്നു മറ്റൊരുവൻ. കൈകളിൽ ഏറ്റുവാങ്ങാതെ അവൻ വിങ്ങളോടെ നേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ വൃന്ദ എവിടെ? വരാന്തകളിൽ മുഴങ്ങിക്കെട്ട ശബ്ദം. ഒരു വേള അവരും പേടിച്ചു. ചോരക്കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നു. ദൂരെ നിന്നും സ്ട്രക്ചറിൽ കിടത്തിയ വെള്ള പുതപ്പിച്ചൊരു രൂപം അവനരികിലേക്ക് വന്നതറിഞ്ഞു. ഭ്രാന്തനെ പോലെ കരഞ്ഞുകൊണ്ട് അതിനരികിലേക്ക് ചെന്നു. കഴുത്ത് വരെ വെള്ള പുതപ്പിച്ച വൃന്ദയെ കാണിക്കെ പൊട്ടിക്കരഞ്ഞു. ഇപ്പോഴും ആ ചുണ്ടിൽ പുഞ്ചിരിയുണ്ട്. വൃന്ദ, മോളെ കണ്ണു തുറക്ക്, നമ്മുടെ മക്കളെ കാണണ്ടേ നിനക്ക്? ഭ്രാന്തനെ പോലെ എല്ലാം മറന്നവൻ പുലമ്പി. ഏയ്, റിലാക്സ് ധരൻ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സെഡേഷൻ്റെ മയക്കത്തിലാ. ഒരു തരത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ തൊട്ടു അമ്മയും കുഞ്ഞുങ്ങളെയും. നഗരത്തിലെ പ്രസിദ്ധനായ ഗൈനക്കോളജിസ്റ്റ് തരകൻ സാമുവൽ. ഒരു നിമിഷം സന്തോഷത്താൽ ശ്വാസം നിലച്ച പോലെ. എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടറെ അവൻ ഇറുക്കി പുണർന്നു. എന്തൊക്കെയാണോ താൻ കാട്ടിക്കൂട്ടിയത്? ഭാര്യയോട് അത്രയ്ക്ക് സ്നേഹമാണോ തനിക്ക്? ചിരിയോടെ ധരൻ്റെ തോളിലൂടെ കൈയിട്ട് ഡോക്ടർ തിരക്കി. ഒരു മുഖവൃത്തം മാത്രം തുറന്ന ചില്ലവാതിലിലൂടെ വൃന്ദയുടെ മുഖത്തേക്ക് ചിരിയോടെ നോക്കി. കയ്യിലൊരു കുട്ടിക്കുറുമ്പനും. അവളെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല ഡോക്ടർ. പക്ഷേ ഇന്നീ ഭൂമിയിൽ അവൾ കഴിഞ്ഞുള്ളൂ, എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾ പോലും. കുസൃതി ചിരിയോടെ കുരുന്നിൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി. എത്ര വേഗമാണ് ഈ ഋതുക്കൾ പോയി മറയുന്നത്. സ്വർണ്ണക്കാട്ടിലെ കിളിക്കിയ 4 കാൽപാദങ്ങൾ കുറുമ്പോടെ മുറ്റത്തെങ്ങും ഓടി നടക്കുന്നു. അച്ഛനെപ്പോലെയാണവർ, കുസൃതിക്കുട്ടന്മാർ. അച്ഛൻ്റെ പ്രാണനാണവർ, താരമയുടെ പൊന്നിൻ കുടങ്ങൾ. അവളെ പൊതിഞ്ഞു പിടിക്കാതെ അവൻ ഉറങ്ങാനാവില്ല. അവൻ്റെ നെഞ്ചിൽ ചായാതെ അവൾക്കും. മട്ടുപ്പാവിലേക്ക് പടർന്നു പന്തലിച്ച മുല്ലവള്ളികളിലെ പൂക്കളിർത്ത് അവളുടെ നീണ്ട മുടിയിഴകളിൽ ചൂടിക്കൊടുത്തു. നാണത്താൽ ചിമ്മുന്ന കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയസാഗരങ്ങൾ. സദാ പുഞ്ചിരി വിരിഞ്ഞ ചൊടികൾ. ഡേ, ഇങ്ങനെ ചിരിക്കല്ലേട്ടോ, ഈ ചിരിയിലാ എന്നെ നീ വീഴ്ത്തിയത്. കുസൃതി ചിരിയോടെ ധരൻ അവളുടെ നെറ്റിമേൽ ചുണ്ടമർത്തി. അവൾ ആർദ്രയായി. മുല്ലപ്പൂവുകൾ വിരിയുന്നു. നിശാഗന്ധിയും പാരിജാതവും പിച്ചകവും സുഗന്ധപൂരിതമാകുന്നു. പ്രണയം പെയ്യുന്നൊരു മെയ്യായി നടന്നടുക്കുന്നു. ലില്ലി. ശുഭം.